ചെയ്യുന്ന കണ്ടിട്ട് പേടിയാവുന്നു. കുഞ്ഞ് കൈയും കാലും പോസ്റ്റർ ചെയ്യുന്നു, അതിൻ്റെ ഒപ്പം പ്രൈവറ്റ് പാർട്സ് കുഞ്ഞ് റബ്ബ് ചെയ്യുന്നു. അപ്പം മുഖമൊക്കെ ചുമന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇത് എന്താണ്, ഫിറ്റ്സ് ആണോ എന്ന് ചോദിച്ചാണ് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ കാണിക്കുന്ന പ്രൈവറ്റ് പാർട്സ് റബ്ബ് ചെയ്യുന്നതും അതുപോലെ ഫേഷ്യൽ ഫ്ലഷിങ്, ചുമന്ന് വരിക മുഖം, കൈയും കാലും ഒക്കെ പോസ്റ്റർ ചെയ്ത് മുക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഗ്രാറ്റിഫിക്കേഷൻ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ് കുഞ്ഞ് കാണിക്കുന്നത്. സെൽഫ് സ്റ്റിമുലേറ്ററി ബിഹേവിയർ ആണ് കുഞ്ഞ് കാണിക്കുന്നത്. അതിനെ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല, അത് ഫിറ്റ്സ് അല്ല. കുഞ്ഞുങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന ഒരു 3 മാസം എബോ ഉള്ള കുട്ടികളിലാണ് ഇത് കാണാറ്. 3 വയസ്സാണ് ടിപ്പിക്കലി നമ്മൾ പറയാറ് ഒരു ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ പല പേരൻസ് കുഞ്ഞുങ്ങളെ വഴക്ക് പറയാറുണ്ട്, പ്രൈവറ്റ് പാർട്സ് റബ്ബ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് അടിക്കാറുണ്ട്, ഒരുപാട് ഷെയിം ചെയ്യുക, കളിയാക്കുക, വഴക്ക് പറയുക, എല്ലാവരും കൂടെ അങ്ങനെ പറയുമ്പോൾ കുഞ്ഞിൻ്റെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. കുഞ്ഞുങ്ങൾ ഈ കാണിക്കുന്നത് ഒരു സ്റ്റേജ് ആകുമ്പോൾ അത് മാറിപ്പോവും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം ഫിറ്റ്സ് അല്ല എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കോൺഷ്യസ്നെസ് അവരുടെ അഫക്റ്റഡ് ആയിരിക്കത്തില്ല, അതുപോലെ ഉറക്കത്തിൽ ഈ പ്രവൃത്തി ഉണ്ടായിരിക്കില്ല, നീണ്ടു നിൽക്കാം. അതുപോലെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുമ്പോൾ കുഞ്ഞിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധ മാറ്റുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ആ പ്രവൃത്തി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ആണ് നമ്മൾ ഏറ്റവും വേണ്ട. സമാധാനത്തിൽ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുക, വഴക്ക് പറയാതിരിക്കുക. കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്, ഇത് വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ഡോക്ടറെ കാണിക്കാവുന്നതാണ്. ഇങ്ങനെ സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അത് മാറിപ്പോകും. ഇനി അല്ലാത്ത പക്ഷം കൂടുതൽ കാണിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇവാലുവേഷൻ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രം ബിഹേവിയറൽ തെറാപ്പിയോ മെഡിസിൻസോ ഒക്കെ ആവശ്യമായി വരാം.